ഹായ് ഓൾ, അസ്സാം വലൈക്കും. എന്താണ് എല്ലാവരും വിശേഷം? കുറേ ദിവസമായില്ലേ വോയിസൊക്കെ കൊടുത്തൊരു വീഡിയോ ഇട്ടിട്ട്. ഇന്ന് നമ്മളൊരു വെള്ളക്കടല വെച്ചിട്ട്, ഇപ്പോൾ നമ്മൾ ഹമ്മൂസൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ലേ, ആ കടല വെച്ചിട്ടുള്ളൊരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു കറിയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും പല ടൈപ്പിലാണ് കടല കറി വെക്കുക. അപ്പോൾ ഈ കടല പെട്ടെന്ന് വെന്ത് കിട്ടുന്ന കടലയാണ്. ഒരു ഓവർനൈറ്റൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് മോർണിംഗിൽ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ പുട്ടുകടലൊക്കെ ആണെന്നുണ്ടെച്ചെങ്കിൽ നല്ല ടൈം എടുക്കും. ഒരു 6 മണിക്കൂറൊക്കെ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് വരാം കേട്ടോ. ഒരു കുക്കറോ അല്ലെങ്കിൽ കടായി എന്തെങ്കിലും എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം നമുക്ക് സബോള വഴറ്റാം. ഇതിൽ 2 സബോളയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 സബോള നന്നായി ചെറിയ നൈസാക്കി അരിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി വഴറ്റി കൊടുക്കുക. അത് ഏകദേശം നന്നായി വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇപ്പോൾ നമ്മൾ ചതച്ച് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കണം. അങ്ങനെ അതും ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായി ഏകദേശം പച്ചമണം മാറുന്നത് വരെയൊക്കെ വഴറ്റി കൊടുത്ത് ആക്കിയതിന് ശേഷം നമുക്ക് ഒരു തക്കാളി, ഞാൻ ഒരു തക്കാളിയായിട്ട് യൂസ് ചെയ്യും. അധികം പുളിയുടെ ആവശ്യമൊന്നുമില്ല കടലക്കറിയിൽ. ഒരു തക്കാളി, അതേപോലെ ഞാൻ മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട്. നമുക്കൊരു ചിക്കൻ കറിയുടെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ നമ്മൾ പുട്ടുകടലയായാലും ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ പത്തിരിക്കുള്ള വെള്ളമാട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളക്കടല. ഇത് ഞാൻ 1 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. അതും ഇതിൽ കൂടെ ആഡ് ചെയ്തിട്ട്, അപ്പോൾ ആദ്യം സബോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പച്ചമുളക്, കടല ഇതെല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം വഴറ്റി കൊടുക്കുക. കടലൊക്കെ ആ സബോളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ കൂടെ നന്നായി മിക്സ് ചേർന്ന് വരണം. അത് കഴിഞ്ഞിട്ട് 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് ഗരം മസാല പൗഡറാണ്, ഏകദേശം കഴിയാനായിരിക്കുന്നത്. അതിൽ നിന്ന് 1 സ്പൂൺ എടുത്തിട്ട് നന്നായി വിതറി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായി അതെല്ലാം കൂടി ഇളക്കി നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം തന്നെ നന്നായി ഇളക്കി കൊടുത്ത് ആ മസാല നന്നായിട്ട് കടലയിലൊക്കെ പിടിക്കുന്ന ഇതുവരെ തന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചൂടുവെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. നല്ല തിളച്ച വെള്ളം തന്നെ ഒരു 1.5 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് നേരമൊക്കെ നന്നായി ഇളക്കിയതിന് ശേഷം നന്നായി തിളച്ച് വരുന്ന ആ ഒരു രൂപത്തിലായി കഴിഞ്ഞാൽ നമുക്ക് കുക്കറിൻ്റെ അടപ്പ് അടച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് ഒരു 6-7 വിസിൽ വരെ നമുക്ക് കുക്കർ വിളിക്കാം. അത് കഴിഞ്ഞ് തേങ്ങാപ്പാൽ എടുക്കണം. അതിലേക്ക് തേങ്ങ അരക്കില്ല ചെയ്യുക, തേങ്ങാപ്പാലാണ്. അപ്പോൾ അതിലേക്ക് ഒരു തിരി ചൂടുവെള്ളം ഒഴിച്ചാൽ നന്നായി പാൽ കിട്ടും. നന്നായി പാലെടുത്ത് നല്ല കട്ടിയിൽ പാലെടുത്ത് തന്നെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. അപ്പോൾ എൻ്റെ പത്തിരിയുടെ പണി ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഒപ്പം ഞാൻ പത്തിരി പണി ചെയ്യുന്നുണ്ട്. കുക്കർ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കടല നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ കട്ടിയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളക്കെന്ന് പറഞ്ഞാൽ വെട്ടി തിളക്കണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ തിളക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചാലാണ് കറി നന്നായിട്ട് കടലയിലും മസാലകളും ഒക്കെ പിടിച്ച് നല്ല തിക്കായിട്ടുള്ള നല്ല കറിയായിട്ട് വരികയുള്ളൂ. അപ്പോൾ എൻ്റെ പത്തിരി റെഡി ആയിട്ടുണ്ട്. പത്തിരിയും കടലക്കറിയും. അപ്പോൾ ഞാൻ മക്കൾക്കുള്ള സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബ്രേക്ക്ഫാസ്റ്റും അത് തന്നെയാണ് ഞാൻ ലഞ്ചിനും കൊടുത്തു വിടുന്നത്. റെസിപ്പി ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതേപോലത്തെ റെസിപ്പികൾക്കായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.